Hi dears, welcome back to Race. ഞാൻ നിങ്ങളുടെ സ്വന്തം GR sir ആണ്. സോ നമുക്കറിയാം നമ്മുടെ ഫിസിക്സ് എക്സാം അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിച്ചെടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് അല്ലേ. നമുക്കറിയാം സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ അല്ലേ. ഇറ്റ് ഈസ് ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിങ് EMF in a coil due to the changing magnetic flux in the same coil. അതാണ് അവിടെ സ്ട്രെസ് ചെയ്യേണ്ട ടേം അല്ലേ. എന്താണ്, സെയിം കോയിൽ ആണ്. ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിങ് EMF in a coil due to the changing magnetic flux in the same coil. നമ്മൾ വിളിക്കുന്നത് യെസ്, നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അതേപോലെ നമ്മൾ അടുത്ത് പറഞ്ഞ എന്താണ്, യെസ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് അല്ലെ. ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്ത് ഡെഡ്യൂസ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സിമ്പിൾ അല്ലെ, എന്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒരു ഭംഗിക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫിഗർ എന്ത് ചെയ്യാം ആദ്യം വരച്ചു വെക്കാം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോളിനോയിഡ് ഒരു കോയിൽ എടുക്കുന്നു, ആ കോയിൽ എന്ത് ചെയ്യും, നമ്മുടെ AC സോഴ്സ് അപ്ലൈ ചെയ്യാണ്, അവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്ന എന്ത് സോഴ്സാ, AC സോഴ്സ് ആണ് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഇക്വേഷൻ എന്താ, phi equal to Li ആണ്. നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം അല്ലെ. നമ്മൾ പറയുന്നു ഇവിടെ എന്താണ്, നമ്മൾ ഇവിടെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇയാൾ എന്തായിട്ടുണ്ടാവും, നമ്മുടെ മാഗ്നറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. ആ ഒരു ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, ബി ഡോട്ട് എ ആണ്. അതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും വരിക, ബി ഇൻറ്റു എ വരും അല്ലെ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്, ഫോർ എ കോയിൽ അല്ലെങ്കിൽ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്, μ0 Ni ആണ്. സോ μ0 Ni ഇൻറ്റു അവിടെ ആരുണ്ട്, എ ഉണ്ട്. ഇത് എത്ര ടേൺസിൻ്റെതാണ്, ഒരു ടേണിന്റെ കാര്യം മാത്രമാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ, n നമ്പർ ഓഫ് ടേൺസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, phi equal to μ0 Ni an ആയിട്ട് മാറും അല്ലേ. അവിടെ എന്താ, ഒരു ക്യാപിറ്റൽ N കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ഇക്വേഷനും ആര് ഇക്വേഷനാ, ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. സോ എന്ത് വരും, നമുക്ക് Li equal to μ0 Ni a എന്ന് കിട്ടി അല്ലെ. ഐയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് വരും, നമുക്ക് L equal to μ0 Na എന്ന് വരും. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ നമ്പർ ഡെൻസിറ്റിയുടെ ടേമിൽ മാത്രം എന്ന് വെച്ചാൽ സ്മോൾ എന്നിന്റെ ടേമിൽ മാത്രം പറയാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസിന്റെ ബേസിൽ മാത്രവും പറയാം അല്ലെ. ഇവിടെ നോക്കിക്കേ, രണ്ടാളും ഒരേ ടൈം ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ എന്താക്കാം, നമ്പർ ഡെൻസിറ്റിയുടെ ടേമിലാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസിന്റെ ടേമിലാക്കി മാറ്റാം. സാർ ഇവിടെ ചെയ്തത് എന്താണ്, അതിനെ നമ്പർ ഡെൻസിറ്റിയുടെ ടേമിലാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ n ഇൻറ്റു L ആണ്. അറിയാലോ. നേരെ എന്ത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, L equal to μ0 n² AL എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്താ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിന്റെ ആ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് ഇതാ ഇവിടെ കിട്ടിയിട്ടുള്ളത്. റെഡി അല്ലേ, സെറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ് അല്ലെ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾ അവിടെ എഴുതി വെച്ചോളാം. എന്താണ്, ഇറ്റ് ഈസ് ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ബേസ്ഡ് ഓൺ ദ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി അല്ലെ. ഒന്നെങ്കിൽ വേവ് ലെങ്തിന്റെയോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെയോ ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ ആയിട്ടുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുക. അതിന്റെ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് നമ്മുടെ ഓർഡർ വരിക, നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എന്താണ്, GXU VIMR അല്ലെ, GXU VIMR ആണ്. റെഡി അല്ലേ. അല്ലാതെ നമുക്കൊരു കോഡിൽ നമുക്ക് പഠിച്ചു വെക്കാം, തിരിച്ച് ഇങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ അല്ലെ, റോഡ് മാർഗം ഇവിടെ വന്നാൽ ഉടനെ എക്സ്റേ ഗാമയ്ക്ക് നൽകാം അല്ലെ. അങ്ങനെ പഠിച്ചു വെച്ചോളൂ. എന്താണ്, റോഡ് മാർഗം ഇവിടെ വന്നാൽ ഉടനെ എക്സ്റേ ഗാമയ്ക്ക് നൽകാം. അങ്ങനെ പഠിച്ചു വെച്ചോ. എന്താണ്, തിരിച്ച് ഇങ്ങോട്ടേക്കാണ് സാറ് പറഞ്ഞത് മാത്രം. റെഡി അല്ലേ. സോ ഞാൻ ഓർഡർലി അറേഞ്ച് ചെയ്തു. ഓക്കെ, G അല്ലെ എന്ന് വെച്ചാൽ ഗാമറേ ആണ്, X എന്ന് പറഞ്ഞാൽ എക്സ്റേ ആണ്, U എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്, V എന്ന് പറഞ്ഞാൽ വിസിബിൾ ആണ്, I എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ്, M എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ആണ്, ലാസ്റ്റ് വൺ ഈസ് റേഡിയോ വേവ്. ഇതാണ് നമ്മുടെ ഓർഡർലി അറേഞ്ച്മെന്റ് അല്ലെ. എന്തിന്റെ ബേസിലാണ്, ദാ ഇവിടെ ഏരോ മാർക്ക് കൊടുത്തു അല്ലെ, അവിടെ എഴുതി വെച്ചു എന്താണ്, വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് കൂടി വരിക. നിങ്ങൾക്കറിയാം, വേവ് ലെങ്ത് കൂടി കഴിഞ്ഞാൽ ഫ്രീക്വൻസി നേരെ തിരിഞ്ഞാണ് എന്ത് ചെയ്യുക, അവിടെ ആക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ എന്ത് ഓർഡർ ആണത്, ഡിക്രീസിംഗ് ഓർഡർ ആണ്. കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചോ, നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റേഡിയേഷനുകളെ ഓർഡർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെക്ട്രം ആയിട്ട് അവിടെ അടുക്കി പെറുക്കി വെക്കുന്നത്. റെഡി അല്ലേ. സോ കോഡ് മറക്കണ്ട, പഠിച്ചു വെച്ചു.
വെച്ചോളാം. റെഡി? നേരെ നമ്മൾ പോകും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ അറ്റോമിക് മോഡൽ ആണല്ലേ. ഒരുപാട് തവണ ഒന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ചാപ്റ്ററിനകത്ത് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് കാര്യമായിട്ട് പഠിക്കാനുള്ളതെങ്കിലും ആ ഒരു പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ അറ്റോമിക് മോഡൽ ആണല്ലേ. നോക്കി എന്തൊക്കെയാണുള്ളത്. ദ ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഡെഫിനിറ്റ് സർക്കുലർ ഓർബിറ്റ് ആണല്ലേ. ഡെഫിനിറ്റ് ആയിട്ടുള്ള സർക്കുലർ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് അറൌണ്ട് ദ ന്യൂക്ലിയസ് അല്ലെ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഇലക്ട്രോൺ ഡു നോട്ട് റേഡിയേറ്റ് എനർജി വൈൽ റിവോൾവിംഗ് ഇൻ ദോസ് ഷെൽസ് ഓഫ് ഫിക്സഡ് എനർജി ആണ്. വെച്ചാൽ ഈ ഷെല്ലുകളൊക്കെ അല്ലെങ്കിൽ ഈ ഓർബിറ്റുകളൊക്കെ എന്താണ്, ഫിക്സഡ് എനർജിയാണ് നമ്മുടെ ആർക്കുള്ളത്, ഇലക്ട്രോൺ ഉള്ളത്. അത് എന്ത് ചെയ്യുന്നില്ല, റേഡിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നാണ് അടുത്ത പോയിന്റ് നമുക്ക് പറയുന്നത്. അടുത്ത നോക്കിയേ, ദ എനർജി ലെവൽ ആർ റെപ്രസെന്റഡ് ബൈ ആൻ ഇന്റിജർ നോൺ ആസ് ക്വാണ്ടം നമ്പർ അല്ലെ. ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സ്മോൾ എൻ അല്ലെ. സ്മോൾ എൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യാറല്ലേ. ആ ഒരു ഇന്റിജർ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക, സ്മോൾ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ. ആ ഒരു ഇന്റിജർ ആണ് നമുക്ക് എന്ത് കാണിച്ചു തരുന്നത്, അതിന്റെ എനർജി ലെവലുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതോടൊപ്പം അടുത്ത പോയിന്റ് നോക്കിയേ, അതിന്റെ ട്രാൻസിഷൻ ആണ് പറയുന്നത്. ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രം ലോവർ എനർജി ടു ഹയർ എനർജി ലെവൽ അല്ലെ. ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോവാം. എപ്പോഴാണ്, ബൈ ഗെയിനിങ് എനർജി അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, എനർജി ഗെയിൻ ചെയ്യണം. ഓക്കെ, അതേപോലെ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഫ്രം ഹയർ എനർജി ലെവൽ ടു ലോവർ അല്ലെ. മുകൾ അല്ലെങ്കിൽ ഹൈ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് ഇറങ്ങി വരാം. അത് എന്ത് ചെയ്യണം അവര്, യെസ്, എനർജി അവിടെ ലൂസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ യെസ് പുറത്തേക്ക് എന്ത് ചെയ്യണം, ലിബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ എന്താ ബോർ അറ്റോമിക് മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കരുത്, ഒരുപാട് ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. റെഡി അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് എ റെക്ടിഫയർ? കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് എ റെക്ടിഫയർ? ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ അല്ലെ. നമുക്ക് രണ്ട് ടൈപ്പ് റെക്ടിഫയർ അല്ലെ, രണ്ട് റെക്ടിഫയർ സർക്യൂട്ടുകൾ നമ്മൾ പഠിക്കാണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട് അല്ലെ. അതിൽ നമ്മളോട് പറഞ്ഞ എന്താ, ഫുൾ വേവ് റെക്ടിഫയർ ആ ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ആണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം നമ്മളോട് എന്ത് പറഞ്ഞു, വാട്ട് ഈസ് റെക്ടിഫയർ എന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞു. വാട്ട് ആർ റെക്ടിഫയർ അല്ലെ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് AC വോൾട്ടേജ് ടു DC അല്ലെ. AC യെ DC ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ഈ ഒരു റെക്ടിഫിക്കേഷൻ അല്ലെ, ആൻഡ് ദ സർക്യൂട്ട് യൂസ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഈസ് നോൺ ആസ് റെക്ടിഫയർ. അപ്പൊ ഈ റെക്ടിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെക്ടിഫയർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഡയോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സർക്യൂട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. റെഡി അല്ലേ? ആ ഒരു താഴെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ എന്ത്, ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടതാ. ഇതാ നമുക്ക് നോക്കിക്കേ, ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ രണ്ട് ഡയോഡുകൾ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇവിടെ എന്തുണ്ട്, നമ്മുടെ യെസ് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു എൻഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബിറ്റ്വീൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റർ വരയ്ക്കാം. കാരണം ആ റെസിസ്റ്ററിന്റെ അകത്ത് കൂടെ ഉള്ള കറണ്ട് ഫ്ലോ ആണ് നമ്മൾ ആക്ച്വലി ഇതാ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചാപ്റ്ററിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് അത് പഠിച്ചിട്ടുണ്ടാവും. റെഡി അല്ലേ? സോ ഇതാണ് നമ്മുടെ എന്ത്, ഒരു റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. റെഡി അല്ലേ? ആൻഡ് നമ്മുടെ വേവ് ഫോം നോക്കിക്കുക, ഇൻപുട്ട് നമ്മൾ കൊടുത്ത എന്താ, AC ആണ് അല്ലെ. നോക്കിക്കണ്ട മുകളിലേക്കും താഴെയും കണ്ട സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണ്ടോ, നമ്മൾ മാഗ്നിറ്റ്യൂഡ് കൂടുന്നു കുറയുന്നു എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും ഇങ്ങനെ കൂടി കുറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അയാൾ നമ്മൾ റെക്ടിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ഈ നെഗറ്റീവുള്ള ആൾക്കാരൊക്കെ പോയി അല്ലെ. അവിടെയൊക്കെ ആര് വന്നു, അതിന് പകരം യെസ് ഒരു പോസിറ്റീവ് സൈഡ് വന്നു. എന്ന് വെച്ചാൽ അതെന്തായിട്ട് മാറി, DC ആയിട്ട് മാറി അല്ലെ. AC എന്തായിട്ട് മാറി, DC ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ എന്ത്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോമുകൾ ഇൻ ദ കേസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ ആണ് എന്താണ്, ഇവിടെ നടുക്കുക ഇത് വരയ്ക്കേണ്ട, ആദ്യം ഇവിടെ അടിക്കും, പിന്നെ പകുതി ഉണ്ടാവില്ല, ആൻഡ് ഇവിടെ ഉണ്ടാവും, പിന്നെ പകുതി ഉണ്ടാവില്ല, അങ്ങനെ പോകുന്ന ആൾക്കാരാണ് എന്ത്, നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് വെച്ചാൽ ഇതാണ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? സോ അത് നമ്മൾ പറഞ്ഞു വെച്ചു, നേരെ സർക്യൂട്ട് എഴുതി അതിന്റെ എന്ത് വരച്ചു, നമ്മളുടെ ആ ഒരു വേവ് ഫോം നമ്മൾ വരച്ചു, എന്തായി ആ ഒരു മാർക്ക് നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. റെഡി? നേരെ നമ്മൾ പോകും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ നിങ്ങൾ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇന്റർഫറൻസ് പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് അറ്റ് 5 സെന്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 5 സെന്റിമീറ്റർ ആണ്. എത്രയാണ്, 5 സെന്റിമീറ്റർ ആണ്. ഫ്രം ദ സ്ലിറ്റ്സ് വിത്ത് എ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് 1 മില്ലിമീറ്റർ. അവിടെ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്, അവിടെ 1 മില്ലിമീറ്റർ. ബീറ്റ അല്ലെ. ബീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ലേ, ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താ ഇക്വേഷൻ, എന്താണ്, ലാംഡ d/d ആണല്ലേ. സോ ബീറ്റയുടെ ഇക്വേഷൻ എന്താണ്,
ലാംഡ ഡി ബൈ ഡി ആണ്. ലാംഡ ഡി ബൈ ഡി ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ഇക്വേഷൻ അറിയാത്ത ഒരാൾ പോലും ഇവിടെ അല്ലാന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഇതാണ് നമുക്ക് തന്ന എത്രയാണ്? യെസ്, 1 millimeter. എത്രയാണ്? 1 millimeter. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആണ് അല്ലെ. സ്ലിറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ, ദാറ്റ് മീൻസ് സ്മോൾ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ വേവ് ലെങ്ത് തന്നിട്ട് എത്രയാണ്? 5000 ആങ്സ്ട്രം ആണ്. 5000 ആങ്സ്ട്രം ആണ് നമ്മളുടെ എന്ത് ആ ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ആങ്സ്ട്രം ആണ്. കണ്ടുപിടിച്ച് നോക്കിയാലോ. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ഇക്വേഷൻ എന്നുള്ളത് ബീറ്റ ഈക്വൽ ടു എന്താണ്? ലാംഡ ഡി ബൈ ഡി ആണ്. നമുക്ക് ഈ സ്മോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് സ്മോൾ ഡി ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഡി ബൈ ബീറ്റ എന്ന് വെച്ചാൽ ആ ഒരു ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് അല്ലെ. ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ആങ്സ്ട്രം ആണ്. ആങ്സ്ട്രത്തിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലാക്കുമ്പോൾ എന്ത് കൊടുക്കണം? നമ്മൾ 10⁻⁻10 അവിടെ കൊടുക്കണം. ആൻഡ് അവിടെ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് 5 × 10⁻²2 ആണ്. ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 millimeter ആണ്. സോ 1 × 10⁻³ മീറ്റർ എന്ന് പറയാം. അങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും അറിയോ? യെസ്, നമുക്ക് കിട്ടാൻ പോകുന്നത് 25 × 10⁻�6 ആണ്. അതിന് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നേക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങളുടെ ആൻസർ വെച്ച് നിർത്താം, ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിങ്ങൾ ആൻസർ നിർത്തുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. സാർ ഒന്നുകൂടെ പറഞ്ഞു എത്രയാണ്? നമുക്ക് അഥവാ ഓപ്ഷനോ എന്തെങ്കിലും കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 0.025 × 10⁻³ എന്നുകൂടെ എഴുതാം. ഈ 10⁻³ എന്ന് പറഞ്ഞാൽ ആരാ? മില്ലി ആണ് അല്ലെ. സോ 0.025 millimeter ഒന്നും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആൻഡ് ഇവിടെ വെച്ച് നിർത്തിയാലും യാതൊരു പ്രശ്നമില്ല. ആൻസർ എന്താണ്? വളരെ ശരിയാണ്. അതിന്റെ ഒപ്പം എന്ത് വേണമെന്നേ ഉള്ളൂ? മീറ്റർ എന്ന് കൊടുക്കണം എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. റെഡി അല്ലേ? സോ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു? ആ ഒരു സ്ലിറ്റിന്റെ വിഡ്ത്ത് നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. നേരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ അല്ലെ. കപ്പാസിറ്ററിന്റെ അതുള്ള പ്രിൻസിപ്പിൾ എന്താണ്? നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം എന്താണ്? യെസ്, Q is directly proportional to V ആണ്. ദാറ്റ് മീൻസ് ചാർജ് സ്റ്റോർഡ് is directly proportional to the potential difference applied ആണ് അല്ലെ. നമ്മൾ എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കൂട്ടുന്നു അത്രത്തോളം എന്ത് ചെയ്യും? ചാർജുകൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. അതാണ് ഈ ഒരു കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. Q is directly proportional to V ആണ്. ദാറ്റ് മീൻസ് Q equal to CV ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ടാവും അല്ലേ. അടുത്ത വിഷയം എന്താണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണല്ലേ. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അവിടെ നിങ്ങൾ വരച്ചു വെക്കുക. നമുക്കറിയാം ഒരു പ്ലെയിൻ ഷീറ്റിന്റെ അകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിന്റെ അകത്ത് നിങ്ങൾ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അവിടെ എന്തായിരുന്നു വന്നത്? ഒരാളുടെ ഒരു പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? σ/2ε0 അല്ലെ. അതേപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള മറ്റൊരു ഷീറ്റും കൂടെ അവിടെ ഉണ്ട്. സോ അയാളുടെ എന്താ വരിക? σ/2ε0 ആണ്. സോ രണ്ടാളുടെയും കൂടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും? ആ രണ്ടിന്റെയും സം എടുത്താൽ പോരെ. ദാറ്റ് മീൻസ് 2σ/2ε0 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? E equal to σ/ε0 എന്ന് കിട്ടും. റെഡി അല്ലേ? ആൻഡ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? C equal to Q/V. ആൻഡ് V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ആ ഇക്വേഷൻ എങ്ങനെയാ വന്നാൽ അറിയോ? നമ്മൾക്കറിയാം നമ്മുടെ പൊട്ടൻഷ്യലും അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? E is equal to -dV/dr. ഓർക്കുന്നുണ്ടോ നിങ്ങളിത്? ഇതിന് നേരെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. സോ E equal to V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ് ആ. സോ നമുക്ക് എന്ത് പറയാം? E equal to V/d എന്ന് പറയാം. ജസ്റ്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു. അങ്ങനെയാണെങ്കിൽ V equal to നമുക്ക് എന്ത് പറയാം? E into d എന്ന് പറഞ്ഞൂടെ? ഇതാണ് സാറതാ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ആണോ? V equal to E into d ആണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? σ/ε0 ആണ്. അവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? d ആണ്. സോ σ/ε0 into d എന്ന് കിട്ടും. റെഡി അല്ലേ? നേരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കപ്പാസിറ്റൻസ് ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. C equal to Q/V എന്ന് പറഞ്ഞാൽ ആരാ? σ/ε0 into d ആണ്. അതും ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടാകുന്ന ചാർജിനെ മാറ്റാം. കാരണം ഇവിടെ ചാർജ് എന്തിലാ സ്റ്റോർ ചെയ്യുന്നത്? ആ പ്ലെയിൻ ഷീറ്റിലല്ലേ. സോ അവിടെ ഉണ്ടായിട്ടുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? Q/A ആണ്. വിച്ച് മീൻസ് Q equal to σ into A എന്ന് പറയാം അല്ലേ. സോ σ into A by σ/ε0 into d ആണ്. അവിടെ സിഗ്മയും ക്യാൻസൽ ചെയ്യാം. ഈ താഴെയുള്ള ε0 മുകളിലേക്ക് എത്തും. സോ എന്തായിട്ട് മാറി? നമുക്ക് C is equal to ε0 A/d. ε0 A/d എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്താ? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ. റെഡി അല്ലേ? സോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡെറിവേഷൻ. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ഷോൺ ബിലോ വിച്ച് ആർ ദ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആരൊക്കെയാണ് പാരലൽ. 6 ohm and 3 ohm റെസിസ്റ്റേഴ്സ് ആണ് എന്ത് നമ്മുടെ അവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം?
കാൽക്കുലേറ്റ് ദ കറന്റ് ഡ്രോൺ ഫ്രം ദ സെൽ ആണല്ലേ. ഇവിടെ നമുക്ക് ഈ സെല്ലിന്റെ അകത്ത് അവിടുന്ന് എടുത്തിട്ടുള്ള കറന്റ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. കറന്റ് ഇക്വേഷൻ എന്താ? I ഈക്വൽ ടു എന്താണ്? V/R. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ രണ്ട് ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ കണക്ഷൻ അല്ലെ. എന്താ പാരലൽ കണക്ഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇക്വേഷൻ എന്താ? 1/R total ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണ് അല്ലെ. സോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എത്ര കിട്ടും അറിയോ? 2 ohm എന്ന് കിട്ടും. ആ 2 ohമും ഈ 8 ohm എന്ത് കണക്ഷനില്ല? സീരീസിലാ. സോ രണ്ടും കൂടി ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും അവിടെ? യെസ്, 10 ohm എന്ന് കിട്ടും. സോ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 10 ohm ആണ്. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഭാഗത്തേക്ക് പോകാം അല്ലെ. സോ കറണ്ട് എന്താണ്? I ഈക്വൽ ടു V/R ആണ്. കൊടുത്ത പൊട്ടൻഷ്യൽ 24 വോൾട്ട് ആണ്. അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10 ആണ്. 24/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.4 ആണ്. നമ്മുടെ യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, 2.4 ആംപിയർ ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കേ, ദ കറന്റ് ഡ്യൂ ടു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് അല്ലെ. ടൈം വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന കറണ്ട് എന്താ? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. EM വേവ്സ് നമ്മൾ തുടക്കം തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണത്? നമ്മളുടെ സ്വന്തം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന കറണ്ട് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന കറണ്ട് എന്താണ്? കണ്ടക്ഷൻ കറണ്ട് ആണ്. കണ്ടക്ഷൻ കറണ്ട്. റെഡി അല്ലേ? അടുത്ത question നമുക്ക് നോക്കാം. An electromagnetic wave travels in free space with a velocity of 3 × 10⁸ meter per second ആണ്. At a particular point in space and time, magnitude of intensity of electric field is 6.3 volt per meter. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് 6.3 volt per meter ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? What is the magnitude of magnetic field at this point ആണ്. ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? Yes, C is equal to E/B ആണ്. നമ്മുടെ വെലോസിറ്റി സെലക്ടറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. C is equal എന്താണ്? E/B ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? B ഈക്വൽ ടു E/C എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ എടുക്കാം അല്ലെ. ഒന്നുമില്ല, സോറി, E ഈക്വൽ ടു B അല്ലെ. ഈ ബീനെ എങ്ങോട്ട് എടുക്കുന്നു? സീനെ എപ്പുറത്തേക്ക് എടുക്കുന്നു. സോ എന്തുകൊണ്ട് നമുക്ക് B ഈക്വൽ ടു E/C അല്ലെ. E എന്ന് പറഞ്ഞാൽ 6.3 ആണ്. C എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. സോ നമുക്ക് എത്ര കിട്ടും? നമുക്ക് അതിന്റെ വാല്യൂ എത്ര കിട്ടുക? 2.1 × 10⁻⁻8 ടെസ്ല എന്ന് കിട്ടും. റെഡി അല്ലേ? പെർഫെക്റ്റ് അല്ലേ? സോ അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? മാർക്ക് കൊണ്ടുപോയിട്ട് കളയരുത്. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? യെസ്. ഓക്കെ, നേരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നോക്കിക്കേ, ഡ്രോ എ ഫിഗർ ഓഫ് പാരലൽ കോമ്പിനേഷൻ ഓഫ് 3 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് C1, C2 and C3. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം വരയ്ക്കണം അല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ. നോക്കിയേ, 3 കപ്പാസിറ്റർ നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുന്ന എന്ത് ചെയ്തു? ഫിഗർ അവിടെ വരച്ചു വെച്ചു. ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. C1, C2, C3 ആണ്. ചാർജ് ഇവിടെ ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്? ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. സോ ക്യാപിറ്റൽ Q എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഞാൻ അവിടെ എന്ത് ചെയ്തത്? കൊടുത്തത്. അത് ഓരോ സെല്ലിലേക്ക് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ആവും. സോ Q1, Q2, Q3 ആയിട്ട് അവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. കാരണം C1ഉം C2ഉം C3ഉം സെയിം ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. റെഡി അല്ലേ? അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ ആണല്ലേ. ഈ കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓൾറെഡി നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെ ഡിറൈവ് ചെയ്യാന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പാരലൽ കോമ്പിനേഷനകത്ത് എന്താണ്? പൊട്ടൻഷ്യൽ സെയിം ആണ്, പക്ഷെ ചാർജ് ഡിഫറെന്റ് ആണ്. നമുക്കറിയാം ഞാൻ കൊടുത്ത ചാർജ് Q ആണ്, അതിന്റെ ഇക്വേഷൻ CV ആണ്. അത് 3 സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആ ഓരോ ആളുടെയും ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം. Q1 എന്ന് പറഞ്ഞാൽ C1V ആയിരിക്കും, Q2 എന്ന് പറഞ്ഞാൽ C2V ആയിരിക്കും, Q3 എന്ന് പറഞ്ഞാൽ C3V ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത ചാർജ് അവിടെ 3 സ്പ്ലിറ്റ് ആയി അല്ലെ. 3 ഇക്വേഷൻ കൊടുക്കുക. അവിടെ CV ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V ആണ്. ഈ 3 ആര് കോമൺ ആ? V കോമൺ ആണ്. സോ V ഞാൻ പുറത്തെടുത്തു. ബാക്കി ആരൊക്കെ ഉണ്ടാവും ഉള്ളില്? C1 പ്ലസ് C2 പ്ലസ് C3 ഉണ്ടാവും. നമുക്ക് രണ്ട് സൈഡിലുള്ള V നെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടും. ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? C1 plus C2 plus C3 ആണ്. ഇൻ ദ കേസ് ഓഫ് പാരലൽ കണക്ഷൻ. കപ്പാസിറ്ററുകളുടെ പാരലൽ കണക്ഷൻ്റെ അകത്ത് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കണക്ഷൻ പോലെയാണ് ഇക്വേഷൻ. എന്താണ്? C ടോട്ടൽ ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 ആണ് അല്ലേ. അത് കാര്യം കൺഫ്യൂഷൻ ആകാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. സോ ഇത്രയുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഇതേപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.